പാൽ തിളച്ചു തൂവുന്നത് നല്ലതാണോ? വാസ്തു പറയുന്നത് നോക്കൂ. എത്ര സമയം അടുപ്പിനടുത്ത് കാവൽ നിന്നാലും ഒന്ന് കണ്ണു തെറ്റിയാൽ അപ്പോഴാവും പാൽ തിളച്ച് വെളിയിൽ തൂവുന്നത്. പാലിൻ്റെ പത വീണ് വൃത്തികേടാവുന്ന സ്റ്റൗ ക്ലീൻ ചെയ്യലാണ് അടുക്കള പണിക്കിടയിലെ മറ്റൊരു ബുദ്ധിമുട്ട്. എന്നാൽ ജ്യോതിഷത്തിൽ പാൽ തിളച്ച് തൂവരുത് എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദൗർഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് പലർക്കും അറിയേണ്ടത്. മിക്ക ആളുകളും ഇതൊരു നല്ല ശകുനമായി കണക്കാക്കുന്നു. ചിലർ ഇത് മോശം ശകുനമായും കണക്കാക്കുന്നു. എന്തൊക്കെയാണ് പാലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുശകുനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുമ്പോൾ പാൽ തിളച്ചു തൂവുന്നത് നല്ലതാണ് എന്നും അത് ശുഭലക്ഷണമാണ് എന്നുമാണ് കണക്കാക്കുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം കിഴക്ക് ദിശയിൽ വേണം പാൽ തിളച്ച് തൂവുന്നത് എന്നാണ് വിശ്വാസം. ഇത് ശുഭലക്ഷണവുമായി കണക്കാക്കപ്പെടുന്നു. ചില അവസരങ്ങൾ പാൽ തിളച്ചു പോകുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ദൗർഭാഗ്യകരമായാണ് കണക്കാക്കുന്നത്. വിവാഹദിനത്തിന് മുൻപോ ശേഷമോ പാൽ തിളച്ചു തൂവുന്നത് ദൗർഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ഈ സമയം പാൽ തിളച്ചു തൂവുന്നത് മോശം സമയം നിങ്ങളിൽ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ജീവിതത്തിൽ എന്തോ മോശമുള്ളത് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്.